ചാലിയാർ പുഴയിലും സമീപത്തെ വനമേഖലയിലും തെരച്ചിൽ തുടരുകയാണ്. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഐബോ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനം മുതലുള്ള തെരച്ചിലിനായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട്. 206 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. CK വിജയൻ വിവരങ്ങൾ നൽകും. CK, 206 മനുഷ്യന്മാർ ഇപ്പോഴും കാണാമറയത്താണുള്ളത്. നിലവിൽ ചാലിയാർ ഉൾപ്പെടെ നടക്കുന്ന തെരച്ചിൽ എങ്ങനെയാണ്? തെരച്ചിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? വളരെ ദുഷ്കരമായ ഇടങ്ങളിലേക്കൊക്കെ തെരച്ചിൽ നീങ്ങേണ്ടതുണ്ട്. എങ്ങനെ ഈ ചാലിയാറിലെ പോത്തുകല്ല് പുഴയുടെ 2 ഭാഗങ്ങളിലായി ഏതാണ്ട് ഇന്ന് 1000-ലധികം പേർ ഒരേ സമയത്ത് തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തേതോടുകൂടി തെരച്ചിൽ അവസാനിപ്പിച്ചേക്കും എന്ന ഒരു സൂചന അധികൃതർ നൽകുന്നുമുണ്ട്. മുണ്ടേരി ഫാം ഭാഗത്തു നിന്നാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചത്. ഈ പുഴയുടെ ഇരുഭാഗങ്ങളിലുമായി നേരത്തെ അതിന്റെ ഒരു ഭാഗത്ത്, അതായത് ഇടതുഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന തികച്ചും അപ്രാപ്യമായിരുന്നു. അത്രമാത്രം കുത്തൊഴുക്കുണ്ടായിരുന്നു. എന്നാൽ പുഴയിലെ വെള്ളം ഇപ്പോൾ മുറിച്ചു കടക്കാവുന്ന പാകത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. രാവിലെ തെരച്ചിൽ തുടങ്ങിയ അപ്പോൾ തന്നെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് പൂക്കോട്ടുമണ്ണ കടവിൽ നിന്നും മറ്റൊന്ന് മുണ്ടേരിയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഇത് രണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള പരിശോധന, അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. 1:30 നിലമ്പൂരിൽ നിന്നും ഈ കേരള പോലീസിന് വേണ്ടിയുള്ള ഹെലികോപ്റ്ററിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ സന്നദ്ധ സംഘടനകളുണ്ട്, NDRF ഉണ്ട്, വനം വകുപ്പിന്റെ പ്രത്യേക തെരച്ചിൽ സംഘങ്ങളുണ്ട്. ഈ ഹെലികോപ്റ്ററുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉടൻ തന്നെ അതാത് പ്രദേശങ്ങളിലേക്ക് ചെന്ന് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ട്. ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ മൃതദേഹം അടിയാൻ സാധ്യതയുള്ളത് എന്നത് പ്രത്യേക രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിലും ഇന്ന് നടക്കുന്നുണ്ട്. ശരി, CK ആണ് വിവരങ്ങൾ നൽകുന്നത്. അതായത് 1000 പേര് ചേർന്നുകൊണ്ടാണ് ചാലിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഒരു അവസാനവട്ട ശ്രമം എന്നുവണ്ണം ആ തരത്തിൽ കൂടി ആയിരിക്കും ഇന്നിപ്പോൾ നടക്കുന്ന തെരച്ചിൽ എന്നുള്ളതാണ്. വ്യാപകമായി തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട്